അതെ നീലിമ, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ? ഇനി ഇരുന്ന ഞാൻ ലേറ്റ് ആവുവേ, ഒന്ന് പെട്ടെന്ന് കൊണ്ടുവാ. ഇരിക്കുന്നു നിങ്ങളുടെ കോഫിയും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും. സാറേ, കൊച്ചമ്മ പൂജ ചെയ്യുക. എന്നോട് സാറിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു തരാൻ പറഞ്ഞു. ശരി. സോറി സർ, എനിക്ക് അറിയാതെ പറ്റിയത്. ആ ഷർട്ട് എങ്ങ് തന്നേക്ക്, ഞാൻ പെട്ടെന്ന് ഉണക്കി തേച്ചു കൊണ്ടുവരാം. ഞാൻ അഴിച്ചോളാം, കുഴപ്പമില്ല. സാറേ, സാറിന്റെ അവിടെ എന്തോ ഇരിക്കുന്നു. എവിടെ? കുറച്ചുകൂടി താഴത്ത്. ഇവിടെയോ? കുറച്ചുകൂടി താഴെ. ഇവിടെയോ? ഒരു മിനിറ്റ്, ഞാൻ തന്നെ അത് എടുത്തു തരാം. എന്താ എടുത്തോ? എടുത്തു കഴിഞ്ഞു. വേഗം പോയി ഈ ഷർട്ട് ഒന്ന് ഉണക്കിക്കൊണ്ടുവാ. പിടിച്ചോ. സാറ് അപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കുക, ഞാനത് തേച്ചുകൊണ്ട് വരാം. ശരി. സാറേ, ഇതാ സാറിന്റെ ഷർട്ട്. അയ്യോ മഞ്ചരി, എന്തു പറ്റി? കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ? എന്റെ കാലിന്. കാണിച്ചേ. ഇവിടെയാണോ? ഇല്ല, കുറച്ച് മോളിലാ. ഇവിടെയാ? കുറച്ചുകൂടെ മോളില്. ഇവിടെയോ? ഇല്ല, മോളിലാ. ഇവിടെയാണോ? ഇപ്പൊ കുറവുണ്ടോ? ഇപ്പൊ കുറവുണ്ട്. ശരി, സൂക്ഷിച്ചൊക്കെ നടക്ക്. സൂക്ഷിച്ച്. എന്റെ സാറേ, ഞാനങ്ങ് വീണ് തന്നതല്ലേ, എങ്കിലല്ലേ സാറിനെ ശരിക്കങ്ങ് തൊടാൻ പറ്റൂ. അതെ, താങ്ക്സ് അലോട്ട്. യാ ബൈ. മഞ്ജരി, നീ സാറിന് ചായയൊക്കെ കൊടുത്തായിരുന്നോ? കൊച്ചമ്മ, ഞാൻ കൊടുത്തിരുന്നു. എങ്കിൽ ചെല്ല്, പോയി ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക്. അതൊക്കെ ഞാൻ എപ്പോഴേ ഉണ്ടാക്കി. കൊള്ളാലോ, നീ ഇപ്പൊ ഭയങ്കര സ്പീഡാണല്ലോ. നല്ല കാര്യം. കൊച്ചമ്മ, കാര്യങ്ങൾ രസമാവണമെങ്കിൽ കുറച്ച് സ്പീഡ് വേണം. പിന്നെ പറ, ഇപ്പൊ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഈയിടെ ഭയങ്കര ബിസിയാണല്ലോ. എന്ത് ചെയ്യാനാ, എപ്പോഴും ജോലി ജോലി ജോലി, ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. മനുഷ്യൻ ക്ഷീണിച്ച അവശനാ. കൊച്ചമ്മേ, ഇന്ന് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചു. എനിക്കതുകൊണ്ട് നല്ല ഉറക്കം വരുന്നു. വാ, നമുക്ക് പോയി കിടക്കാം. നീലിമ, എനിക്ക് ഒരുപാട് വർക്ക് തീർക്കാനുണ്ട്. നീ പോയി കിടന്നുറങ്ങിക്കോ. എനിക്കൊരു ബ്ലാക്ക് കോഫി കിട്ടുമായിരുന്നെ നന്നായിരുന്നു. ശരി, നിക്ക്. മഞ്ജരി. കൊച്ചമ്മേ, സാറിന് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. നീ ഒരു ബ്ലാക്ക് കോഫി ഇട്ട് കൊടുക്കണേ. ശരി കൊച്ചമ്മേ, ഞാൻ കൊടുത്തോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി കൊച്ചമ്മ ഒറ്റയ്ക്ക് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളും. സാറിന്റെ ഒപ്പം പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവൂ. സാറേ, കോഫി അവിടെ വെച്ചേക്ക്. മഞ്ചേരി. സാർ, അവിടെ ഒന്ന് ക്ലീൻ ആക്കാവോ?
മഞ്ജരി, ആ സാറേ. നിന്റെ കഴുത്തിലെന്തോ പറ്റിയിട്ടുണ്ട്. എവിടെ? കുറച്ച് ഇങ്ങോട്ട്. ഇവിടെയോ? അല്ലല്ല, ഇപ്പുറത്ത്. ഇവിടെയോ? മോളില് കുറച്ച് മോളില്. അല്ല, നീ ഇപ്പൊ ഇവിടെ? താഴോട്ടാ പോകുന്നേ. ഇവിടെയാണോ? ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയാണോ? ഇതുവരെ കുളിച്ചില്ലേ? ഇന്ന് എനിക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. എന്തു പറ്റി? എല്ലാം ഓക്കെ അല്ലേ? യെസ്. അല്ല, ഞാനിപ്പോ മാർക്കറ്റിൽ പോകാൻ തുടങ്ങായിരുന്നു. നീയും കൂടെ വാ എൻ്റെ കൂടെ. അത് എന്തു പറ്റി? അത് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. അതൊക്കെ ഇന്ന് തീർക്കണം. ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്തായാലും മാർക്കറ്റിൽ പോയിട്ട് വരാം. നീ നിന്റെ ജോലി തീർക്ക്. ഓക്കെ, ബൈ. ബൈ. മഞ്ജരി. ആ കൊച്ചമ്മേ. അതെ, ഞാൻ മാർക്കറ്റിൽ പോവാ. സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് കൊടുക്കണേ. ശരി, ഞാൻ കൊടുക്കാം. ശരി. ഇതാ സാറിന്റെ ഹോട്ട് കോഫി. എനിക്ക് വേണ്ട. എന്തേ? ഇന്ന് സാറിന്റെ ഹോട്ട് കോഫി ആസ്വദിക്കണ്ടേ? ഹോട്ട് കോഫിയേക്കാളും ഹോട്ടായിട്ടല്ലേ നീ ഇങ്ങനെ എൻ്റെ അടുത്തിരിക്കുന്നത്? സാറിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹോട്ട് കോഫി സാറിന്റെ ചുണ്ട് കൊണ്ടൊന്ന് തണുപ്പിക്ക്. ഇപ്പൊ എനിക്ക് കോഫിയല്ല, നിന്റെ ഈ ചുണ്ടാണ് എനിക്ക് കുടിക്കേണ്ടത്. സാറിന്റെ മനസ്സിന്റെ ദാഹം മാറ്റണമെന്നുണ്ടെങ്കിൽ സാറ് മടിക്കണ്ട. അച്ഛനായിരുന്നോ? എന്തൊക്കെയുണ്ട് വിപുല വിശേഷം? നല്ല വിശേഷം തന്നെ അച്ഛൻ. നന്നായിരിക്കട്ടെ മോനെ, നന്നായി വാ. അകത്തേക്ക് കയറുവോ? ആ മോനെ. അച്ഛാ, അതേ വെള്ളം. എവിടെ? നീലിമോള് കണ്ടില്ലല്ലോ. അച്ഛാ, അവള് മാർക്കറ്റിൽ പോയിരിക്കുക. ആ, അത് ശരി. അച്ഛാ, ഞാനിപ്പോ വരാവേ. ആ ലാപ്ടോപ്പ് ഒന്ന് ഓഫ് ചെയ്തോട്ടെ. നീലിമ, നീയോ? വിപുൽ, മഞ്ജരി എവിടെ? അത് അയ്യോ അച്ഛ, ഇതെപ്പോ വന്നു? അച്ഛ, എന്നെ അനുഗ്രഹിക്കണം. നന്നായിരിക്കട്ടെ മോനെ, നന്നായി വാ. അച്ഛന് സുഖല്ലേ? ആ, ഇതെപ്പോ സുഖം എത്തി? തന്നെ. ഞാൻ നിങ്ങളെ രണ്ടുപേരും കണ്ടിട്ട് കുറെ നാളായില്ല മോളെ. ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പൊ പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയത് നന്നായി. അച്ഛന് കുടിക്കാൻ വെള്ളം എന്തെങ്കിലും ആ, തന്നായിരുന്നോ? അച്ഛനൊന്ന് കുളിച്ച് ഫ്രഷ് ആവും. അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്ത് ശരി വെക്കാം. മോളെ. നിങ്ങളുടെ അമ്മയ്ക്ക് തീരെ ഉറക്കമില്ലെങ്കിൽ ഈ മെഡിസിൻ കൊടുത്താൽ മതി. നന്നായിട്ട് ഉറങ്ങിക്കോളും.
ഓ ഷിറ്റ്. മഞ്ജരി സൂക്ഷിച്ചു വേണ്ടേ? അറിയാതെ പറ്റിയതാ കൊച്ചമ്മ. സാറ് വാ, ഞാൻ സാറിന്റെ ഡ്രസ്സ് വൃത്തിയാക്കി തരാം. നീ എന്താ മഞ്ജരി കാണിക്കുന്നേ? സാറേ, ഇന്ന് രാത്രി കാണാൻ വരില്ലേ? സാറിനൊരു കാര്യം അറിയോ? സാറില്ലാതെ എനിക്കിപ്പോൾ തീരെ പറ്റുന്നില്ല. ഇന്ന് രാത്രി സാറ് വരുന്നത് വരെ ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും. വിപുൽ സാറേ, ഞാനുള്ളിടത്തോളം കാലം സാറിനെ വേറെ ഒരാൾക്കും തൊടാൻ കഴിയില്ല. കൊച്ചമ്മ ഉറങ്ങുന്നത് പോലെ സാറിന്റെ അച്ഛനും ഇന്ന് നന്നായിട്ട് ഉറങ്ങിക്കോളും. എന്തു പറ്റി സാറേ? ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? ഉറക്കം കെടുത്താൽ നീ ഇങ്ങനെ ഉള്ളപ്പോ എങ്ങനെ ഉറങ്ങാനാ പെണ്ണെ? ഉറക്കം കെടുത്തുന്നത് ഞാൻ മാത്രമല്ലല്ലോ, സാറിന്റെ മനസ്സും കൂടിയല്ലേ. രണ്ടും സമാസമോ? എങ്കിൽ സാറ് വാ, സാറിന് ഉറക്കം കിട്ടാൻ വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ആണോ? നമസ്കാരം അച്ഛാ. ആ മോളെ, നന്നായി വാ, നന്നായിരിക്കട്ടെ. ദാ പ്രസാദം. ആ, ഈ വിപിൽ എവിടെ പോയിരിക്കുക? അച്ഛാ, വിപുൽ കിടന്ന് ഉറങ്ങാണ്. രാത്രി ലേറ്റ് ആവുന്നത് വരെ ഓഫീസിൽ ജോലി ചെയ്തോണ്ടിരിക്കായിരുന്നു. എന്തു പറ്റി അച്ഛാ? അച്ഛൻ എന്ത് ആലോചിക്കുന്നേ? എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താന്നറിയില്ല, ഇന്നലെ രാത്രി നല്ലപോലെ കിടന്ന് ഉറങ്ങി. 3-4 ദിവസം ഉറക്കം ഒഴിഞ്ഞിട്ട് ഉറങ്ങുന്ന പോലെ. സാധാരണ ഉറക്കത്തിൽ 1-2 തവണ എഴുന്നേക്കുന്നതാ ഞാൻ. ഇന്നലെ രാത്രി ഭയങ്കര ഉറക്കമായിപ്പോയി. ഞാനൊന്നും എഴുന്നേറ്റും കൂടി ചെയ്തില്ല. അപ്പോ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം അച്ഛനും പെട്ടെന്ന് ഉറങ്ങിപ്പോയോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? നീയും ഇന്നലെ ഉറങ്ങിപ്പോയോ രാത്രി? അച്ഛാ, വാ, വന്ന് ഭക്ഷണം കഴിക്കേ. മോളെ, എന്റെ ഭക്ഷണം അവിടെ എടുത്തു വെച്ചേക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. ആ ശരി അച്ഛാ. വിപുൽ, വാ, വന്ന് ഭക്ഷണം കഴിക്കേ. ആ അതാ വരുന്നു. ആഹാ, ഇന്ന് പായസം ഉണ്ടോ? അച്ഛനെന്താ ഭക്ഷണം കഴിക്കാതെ? അമ്മനെ, നിങ്ങൾ കഴിച്ചു, ഞാൻ പിന്നീട് കഴിച്ചോളാം. ശരി അച്ഛൻ. ആ പിന്നെ ഒരു കാര്യം, നാളെ രാവിലെ ഓഫീസിലൊരു മീറ്റിംഗ് ഉള്ളോ, രാവിലെ നേരത്തെ വിളിച്ചേക്കണേ. ശരി, ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ചോളാം. വിപുൽ സാറേ, വിപുൽ സാറേ,
വിപുൽ സാറേ, ഇന്ന് എന്റെ ശരീരത്തിന് വല്ലാത്തൊരു ദാഹം. ഞാൻ എത്ര നേരമായിട്ട് സാറിനെ കാത്തിരിക്കുക. ഇതിൽ കൂടുതൽ കാത്തിരുന്നാൽ ചിലപ്പോ ഞാൻ ചത്തുപോകുമെന്ന് തോന്നുന്നു. അപ്പൊ രാത്രി നിനക്ക് ഇതായിരുന്നല്ലേ പരിപാടി? എനിക്ക് മാത്രമല്ല കൊച്ചമ്മേ, ഞങ്ങൾ രണ്ടുപേർക്കും. എന്റെ വിപുലിന് നീ എന്തോ കൊടുത്ത് മയക്കിട്ട് ഇപ്പൊ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നു. നിന്റെ വിപുൽ നിനി മേലെ പറഞ്ഞു പോകരുത്. വിപുൽ എന്റെ മാത്രം. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. നിന്നെ ഞാൻ ഇന്ന് കൊന്നു കളയോടി. മോളെ വാതിൽ തുറക്ക. എന്നെ വിട് അച്ഛാ. നീലിമ വാതിൽ തുറക്കാൻ. മോളെ നിന്നെ ഞാനൊന്ന് കൊന്നു കളയോടി. മഞ്ജരി, നീ എന്താടി കാണിക്കുന്നത്? കുടുംബത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സ്നേഹമാണടാ, അല്ലാതെ കാമമല്ല. വിപുൽ, ഇവൾക്ക് ഭ്രാന്ത് പിടിച്ചതാണെന്ന് കരുതാം. പക്ഷെ നിനക്ക് ബോധം ഉണ്ടായില്ലേ? നീ എങ്ങനെ അവളുടെ വലയിൽ പെട്ടത്? നീലിമ എന്നോട് ക്ഷമിക്ക്. ഞാൻ വലിയ തെറ്റാ ചെയ്തേ. ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. നിന്നെ പറ്റി ഞാൻ ആലോചിച്ചില്ല നീലിമ, ഞാൻ ഒന്നും ആലോചിച്ചില്ല. പറ്റിപ്പോയി. വിപുൽ, നീ ഇപ്പൊ എന്റെ മാത്രം. നിന്നെ എന്നെ തമ്മിൽ പിരിക്കാൻ. നിർത്തടി. നീ ഞങ്ങൾക്കൊക്കെ ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കലക്കി തരാറുന്നല്ലേ? ഇത് ഞങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ച നീ ചെയ്തു കൂട്ടിയ ചെയ്തികളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടു നോക്കടി. നടക്കടി പോലീസ് സ്റ്റേഷനിലേക്ക്. വിപുൽ, നീ എന്റെ മാത്രം. ഇങ്ങോട്ട് വാടി. നടക്കടി അങ്ങോട്ട്. നീലിമ, നീ എന്നോട് ക്ഷമിക്കണം പ്ലീസ്. എന്നോട് ക്ഷമിക്കണം.